أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ഷാവുൽ ഹമീദ് മാസ്റ്റർ, ഇവിടെ മുഖ്യപ്രഭാഷണം ചെയ്യുന്ന സുന്നി വൻ സംഘത്തിൻ്റെ സംസ്ഥാന നേതാവും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖവി നിയാസ് അലി തങ്ങൾ, മറ്റ് ഈ വേദിയിൽ ഉപവിഷ്ടരായ ഈ നാട്ടിലുള്ള പ്രമുഖരാകുന്നതായ വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന സദസ്സിലിവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, ബഹുമാനമുള്ള മുതഅല്ലിമീങ്ങൾ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് SKSF എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏത് നിർദ്ദേശങ്ങളും ഏത് തീരുമാനങ്ങളും അത് പൂർണ്ണമായി അനുസരിച്ച് അത് പ്രാവർത്തികമാക്കുക, അതാണ് അതിൻ്റെ എല്ലാ കീഴ്ഘടകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുന്നി വൻ സംഘാണെങ്കിലും SKSF ആണെങ്കിലും SMF ആണെങ്കിലും SBV ആണെങ്കിലും അങ്ങനെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമ്മൾ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതായ അവരെ വയസ്സും അവരെ പ്രായവും മറ്റും കണക്കിലെടുത്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനൊരുപാട് പോഷക സംഘടനകളെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടന തന്നെയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. നമുക്കറിയാം, നമ്മളെ നാടുകളിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വിദ്യാർത്ഥി സംഘടന അവർ ഈ വിശുദ്ധമാവുന്നതായ ആ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഈ വിശുദ്ധമായ ആശയം, വിശുദ്ധ ദീൻ എന്നുള്ളതും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞതും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയം എന്ന് പറഞ്ഞതും ഒക്കെ പൂരകങ്ങളാണ്. കാരണം വിശുദ്ധ ദീനിനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്ത് ആ ദിന സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിശുദ്ധ ദീൻ തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമ്മൾ പറയണ ഈ സുന്നികളാവുന്ന നമുക്കുള്ള ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും ഈ വിശ്വാസങ്ങളും ഈ അനുഷ്ഠാനങ്ങളും ഈ ആചാരങ്ങളൊക്കെ ഇതാണ് വിശുദ്ധമാവുന്നതായ ദീൻ. ആ ദീൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യണ ഈ ആശയം എന്ന് വിശുദ്ധമായ ദീനാണ്. അതുതന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതും അതുതന്നെയാണ് നമ്മൾ സുന്നികളാവുന്ന നമ്മുടെ ആദർശം എന്ന് പറയുന്നതും. ഇതെല്ലാം ഒന്നാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതായ ഏറ്റവും വലിയ നിഅമത്തുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിഅമത്താണ് ഈ മഹത്താവുന്ന സംഘടനക്ക് ഏതെങ്കിലും നിലക്ക് അതിലേക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. കാരണം എന്താ, ഇത് വിശുദ്ധമായ ഇലാഹിയായ ഒരു സംഘടനയാണ്. ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ, അവരുടെ മഹാന്മാരാവുന്ന മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് അത് മരണപ്പെട്ടു പോയവരും ഹയാത്തുള്ളതുമാവുന്ന മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ എന്നൊക്കെ സമ്മതം വാങ്ങിയതിൻ്റെ ശേഷം ഒരു ദീനിയായ സംഘടന ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനൊക്കെ ആവശ്യമാവുന്നതായ അതിൻ്റെ മുഖദ്ദിമയായും കൊണ്ട് ചെയ്യപ്പെടേണ്ടതായ സംഗതികൾ, അതായത് ഇസ്തിഖാറത്ത് ചെയ്യണം, ഹയാത്തുള്ള മഹാന്മാരാവുന്നതായ മശായിഖന്മാരുമായി ബന്ധപ്പെടണം, മരണപ്പെട്ടവരുമായി ബന്ധപ്പെടണം. ആ ബന്ധം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളവരോട് ബന്ധപ്പെട്ടു. എന്നിട്ട് അവരൊക്കെ സമ്മതത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മരണപ്പെട്ടവരോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. എങ്ങനെ ബന്ധപ്പെടാൻ കഴിയാന്ന് ചോദിച്ചാൽ, അവരോട് ബന്ധപ്പെടാൻ പറ്റണ നിലക്കുള്ളതായ ഒരു വിശുദ്ധി, ആ വിശുദ്ധി നമുക്കുണ്ടായിത്തീരണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോയ സർവ്വ അമ്പിയാക്കന്മാരെയും കണ്ടു. പലരുമായി നബി സംസാരിച്ചു. അവർക്കുള്ളതായ രൂപങ്ങളെ സംബന്ധിച്ചും അവരുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചൊക്കെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. വറഅയ്തു ആദം കഅന്നഹു നഖലത്തുൻ തിവാൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി. വറഅയ്തു ഇബ്രാഹിം വഅന അശ്ബഹു വുൽദി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ളവൻ ഞാനാണ് എന്ന് റസൂൽ പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പല പ്രാവശ്യവും കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഹജ്ജിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മക്കത്തുള്ള മലൻ്റെ തായ്വരയിലേക്ക് അവർ ഇറങ്ങി വരുന്നതായ ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. അതിനെ സംബന്ധിച്ച് നബി പറഞ്ഞു, അന്ന് ആ വരുന്ന രൂപമുണ്ടല്ലോ അത് ഇന്നും ഞാൻ കാണുന്നത് പോലെ ഉണ്ട്. കഅന്നി അൻദുറു ഇലാ മൂസ ഹീന യൻഹദിറു ഫിൽ വാദി, അതാ ആ മലൻ്റെ തായ്വരയിലേക്ക് മൂപ്പർ തൽബിയത്ത് ചെല്ലും കൊണ്ട് ഇറങ്ങി വരുന്നു. ഞാൻ അന്ന് കണ്ടതുണ്ടല്ലോ ഇന്നും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കണ മാതിരിയുണ്ട്. അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഇതെങ്ങനെ കാണാൻ കഴിഞ്ഞു? ആ അമ്പിയാക്കന്മാരുമായി ആശയവിനിമയം നടത്തി. മിഅ്റാജിൻ്റെ രാത്രിയിൽ തന്നെ കണ്ടില്ലേ, ആകാശലോകത്തുള്ള സർവ്വ അമ്പിയാക്കന്മാരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാഷണം നടത്തി. പ്രത്യേകിച്ച് ആകാശലോകത്തിൻ്റെ നേതാവാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് പ്രത്യേകമാവുന്ന ഒരു കൂടിക്കാഴ്ച നടത്തി. അത് ആകാശലോകത്തിൻ്റെ നേതാവാണ് മഹാനാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് പ്രത്യേകമാവുന്ന കൂടിക്കാഴ്ച നടത്താനുള്ള കാരണം. അങ്ങനെ അവരുമായുള്ള ആ കൂടിക്കാഴ്ച കാരണമായിട്ട് ആ നിസ്കാരത്തിൻ്റെ ആ എണ്ണത്തിനെയും അതിനേക്കുള്ളതായ വക്തുകളെയും അതിൻ്റെ റക്അത്തുകളെയും ഒക്കെ ചുരുക്കി കൊണ്ടിട്ട് അതൊരു 5 എത്തിക്കാൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇടപെട്ടു. അപ്പോൾ അങ്ങനെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരൊക്കെ ആയിട്ട് മഹാന്മാർക്ക് ബന്ധപ്പെടാൻ കഴിയും, യാതൊരു സംശയമില്ല. മഹാനാവുന്ന ഖാദി അബൂബക്കറുൽ അറബി തങ്ങൾ അവരെ ഖാനൂനു തഅ്വീൽ ഫി അസ്റാറി തൻസീൽ എന്ന വിശുദ്ധമായ തഫ്സീറിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കുക, ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ മുഴുവനും ഒഴിവാക്കുക. വഅഖ്ബല ഇലല്ലാഹി ബിൽ കുല്ലിയ, അവൻ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ്റെ സർവസ്വവും അവൻ അർപ്പിക്കുക. ആ ഒരവസ്ഥ ഒരുത്തനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ റഅൽ മലായിക്ക, അവന് മലായിക്കത്തിനെ കാണാൻ കഴിയും. വറഅൽ അംബിയാ, അംബിയാക്കന്മാരെ കാണാൻ കഴിയും. വയസ്മഉ കലാമഹും, അവരെ സംസാരം കേൾക്കും. വയുക്കല്ലിമൂനഹു, അവനവനോട് സംസാരിക്കും. വയുക്കല്ലിമുഹും, അവൻ അവരോടും സംസാരിക്കും. ഈ ഒരവസ്ഥ മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞതുപോലെ
അവരവരെ മുഹിമ്മാത്തുൽ മആരിഫ് എന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം അതിലവർ രേഖപ്പെടുത്തി, ഇന്ന നബിയ്യന വസായിറുൽ അംബിയാ, നമ്മുടെ നബിയാവുന്ന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റുള്ളതായ സർവ്വ അംബിയാക്കന്മാരും വഖദൽ ഔലിയാഹു വശുഹദാ, ഇപ്രകാരം തന്നെ അല്ലാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഔലിയാ ശുഹദാ ഇവരൊക്കെ ഉദിന ലഹും ലിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം, അവർക്ക് ഖബറിൽ നിന്ന് പുറപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന സമ്മതം നൽകിയിട്ടുണ്ട് എന്നാണ്. വതസറുഫി ബഅദമാ ഖുബിലത്ത് അർവാഉഹും, അവർ മരണപ്പെട്ടു, അവരുടെ റൂഹുകളെ പിടിക്കപ്പെട്ടു, അങ്ങനെ അവർ ഖബറിലേക്ക് അവർ മാറി താമസിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്മതം കൊടുത്തു എന്നാണ് ഖബറിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി. വത്തസറുഫി ഫിൽ ആലമിൽ ഉൽവി വസുഫ്ലി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ അവരിഷ്ടമുള്ളതുപോലെ ക്രിയം വിക്രയം ചെയ്യാനും അല്ലാഹു സമ്മതം കൊടുത്തു. ഫനബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഐസു യശാഉ ഫി അഖ്താരിൽ അർദ്, ഭൂലോകത്ത് നബി ഉദ്ദേശിക്കുന്ന എല്ലാ സ്ഥലത്തും നബി സഞ്ചരിച്ചും കൊണ്ടേയിരിക്കും. വയതസറഫു ഫിൽ ആലമിൽ ഉൽവി വസുഫ്ലി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് മഹാന്മാർ. അപ്പം ഹൃദയം വിശുദ്ധമാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ ആ വിലായത്ത് എന്നത് നുബുവത്തിൽ നിന്നും ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്നതാണ്, നുബുവത്തിൽ നിന്ന് സമ്പാദിക്കപ്പെടുന്ന ഒന്നാണ് വിലായത്ത്. ഏത് നുബുവത്തിനെ നമ്മൾ എടുത്തു നോക്കിയാലും ആ നുബുവത്തിൻ്റെ പ്രാരംഭഘട്ടം അത് വിലായത്തിൽ കൂടിയായിരിക്കും. ആ നുബുവത്തിൽ അമ്പിയാക്കന്മാരിൽ നിന്ന് അവരിൽ നിന്ന് ഇർഫായും കൊണ്ടിട്ട് കിട്ടപ്പെടുന്ന ഒന്നാണ് വിലായത്ത്. ആ വിലായത്ത് ഉള്ളതായ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ അവരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചവർ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും അവരെ കൂടെ ഉണ്ടായിരുന്നതായ അന്നത്തെ മഹാന്മാരാവുന്ന ആളുകളൊക്കെ. അതുകൊണ്ടാണ് ഈ സംഘടന ഒരു വിശുദ്ധമായ സംഘടനയാണ്, ഇലാഹിയായ സംഘടനയാണ്. ഈ സംഘടനക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്കൊരു തൗഫീഖ് ഉണ്ടാവുക, ഏതെങ്കിലും നിലക്ക് അതിൻ്റെ പ്രവർത്തനവുമായും കൊണ്ടിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെടുന്നതായ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം വിശുദ്ധമാവുന്ന ഈ ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ബിദഈ ആശയക്കാർ ഇവിടെ വന്നു, ഇവിടെ പല കള്ള തരീഖത്തുകൾ ഇവിടെ വന്നു. നമ്മളിവിടെ വിശ്വസിച്ചിരുന്ന നമ്മളെ വിശ്വാസങ്ങൾ, അതായത് യഥാർത്ഥ ദീനിൻ്റെ വിശ്വാസങ്ങൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനിക്ക് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനിക്ക് കാണിച്ചു കൊടുക്കുകയും സഹാബത്തിനിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതായ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതായ ആചാരങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതായ ആചാരങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നടത്തിപ്പോന്നതായ ആചാരങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധമാവുന്നതായ ദീൻ. ആ ദീൻ തന്നെയാണ് മഹാന്മാരാവുന്നതായ സഹാബത്തും കൈകാര്യം ചെയ്തത്. സഹാബത്തിൽ നിന്നുള്ളതായ ഏതൊരു സ്വഹാബിയും അവരൊക്കെ അതേ റൂട്ടിൽ കൂടി സഞ്ചരിച്ചവരാണ് അവരെല്ലാവരും. ആ വിശുദ്ധമാവുന്നതായ നമ്മുടെ ആ വിശ്വാസത്തിനെ ചോദ്യം ചെയ്തും കൊണ്ടിട്ട് ആ വിശ്വാസത്തിനെ തുരങ്കം വെക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇവിടെ ഉടലെടുത്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1921 അതിൻ്റെ പുറപ്പാട്. അവർ നമ്മുടെ വിശുദ്ധമാവുന്നതായ വിശ്വാസം, നമ്മൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അംബിയാ ഔലിയാ അവർ മുഖേനയായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തവസ്സുലോ അല്ലെങ്കിൽ അവരോട് നേരിട്ടുള്ളതായ സഹായമോ, നേരിട്ടുള്ള സഹായമാണെങ്കിലും അത് തവസ്സുൽ തന്നെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചെയ്തതാണ്. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു യുദ്ധത്തിൽ ഒരു സഹാബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുമ്മ അർഹംഹു അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കട്ടെ,
അള്ളാഹു അവനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. അയാൾ നല്ല യുദ്ധത്തിന് പോകുമ്പോൾ അയാൾ നല്ല പാട്ട് പാടി, എല്ലാവർക്കും നടക്കാൻ വേണ്ടി ഒരു ആവേശം കൊള്ളാൻ വേണ്ടി. എന്തെങ്കിലും പാട്ടുകളല്ല, ദിക്റാവുന്ന പാട്ടുകൾ. അവരൊക്കെ പാടുന്ന പാട്ടുകൾ അതാണ്, അത് ദിക്റായിരിക്കും. മഹാന്മാരെ സംബന്ധിച്ചുള്ളതായ മദ്ഹുകളോ, മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ, അല്ലെങ്കിൽ മഹാന്മാരാവുന്ന സ്വാലിഹീങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ, ഇതാണ് അവർ പാടൽ. അത് പ്രധാനപ്പെട്ട ദിക്റുകളാണ്. അങ്ങനത്തെ ഒരു പദ്യം അവർ പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, മനിൽ ഹാദി, ആരാണ് ആ പാട്ട് പാടുന്ന ആള്? സഹാബത്ത് അവരെ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇന്ന ആളാണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ റഹംഹു എന്ന് അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുമ്മ റഹംഹു എന്ന് ദുആ ചെയ്തപ്പോൾ സഹാബത്തിന് മനസ്സിലായി ഈ യുദ്ധത്തിൽ ഇയാൾ മരിച്ചു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. ഉടനെ നേരിട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറയണത് എന്താ? മത്തിഇനി ബിഹയാതിഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ മനുഷ്യൻ്റെ ഹയാത്ത് കൊണ്ട് നബിയെ തങ്ങൾ ഞങ്ങളെ സുഖിപ്പിക്കണേ. ഇത് നേരിട്ട് നബിയോടുള്ള ആവശ്യപ്പെടുകയാണ്. കാരണം ഇന്നമാ വലിയുക്കുമുല്ലാഹ് വ റസൂലുഹു, കണ്ടോ, നിങ്ങളെ സഹായിക്കും. വലിയ ലൈസ മഅനൽ വലിയ ഇല്ലൻ നാസിർ. വലിയ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം സഹായിക്കുന്നവൻ എന്നത് തന്നെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നവനാണ്. വ റസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും വലിയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലും സഹായിയാണ്, മുഅ്മിനീങ്ങളും സഹായികളാണ്. അപ്പം മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവർ സഹായിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സഹായിക്കും, അള്ളാഹു സഹായിക്കും. ഈ സഹായം ആരുടെ സഹായമാണെങ്കിലും അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ളതായ കഴിവ് കൊടുത്തിട്ട് തന്നെയാണ് ഏത് സഹായത്തിനും. അത് ഏത് നിലക്കുള്ള ആരുടെ സഹായങ്ങളാണെങ്കിലും. അപ്പം അവർ സഹായിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറഞ്ഞത്, മത്തിഇനി ബിഹയാതിഹി യാ റസൂലല്ലാഹ്. നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇസ്തിഗാസയാണ്. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതായ ഹദീസാണ്. ഇവിടെ മുജാഹിദീങ്ങളുണ്ടല്ലോ വലിയ ഒച്ചട്ട് കൊണ്ട് കൂണ്, നബിനോട് സഹാബത്ത് സഹായം തേടിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് സഹായം തേടിയിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, മത്തിഇനി ബിഹയാതിഹി യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ ആ മനുഷ്യന്റെ ഹയാത്ത് കൊണ്ട് ഞങ്ങളെ സുഖിപ്പിക്കണേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് നേരിട്ട് സഹായം തേടി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാവ് അവരോടുള്ള സഹായം, അവരോട് നേരിട്ട് സഹായം തേടിയാൽ തന്നെ അത് അർത്ഥത്തിൽ അത് തവസ്സുൽ തന്നെയാണ്. അവരോടുള്ളതായ അവർ മുഖേനയായും കൊണ്ട് അല്ലാഹുവിനോട് ആവശ്യപ്പെടലാണ്. ആ വിശ്വാസത്തിനെ ഇവിടെ ചോദ്യം ചെയ്യുന്നതായ വിഭാഗം ഇവിടെ വന്നപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ ചോദ്യം ചെയ്തു, നമ്മുടെ അനുഷ്ഠാനങ്ങളെ. നമ്മളെ അനുഷ്ഠാനങ്ങൾ അത് ശരിയല്ല എന്ന് പറയുന്നതായ ഒരു വിഭാഗം. ഉദാഹരണമായിട്ട് ജുമുഅന്റെ മുമ്പുള്ള 2 ഖുതുബ, ആ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിലാണ് നിർവഹിക്കപ്പെടേണ്ടത്. അറബിയിൽ നിർവഹിക്കപ്പെട്ടാൽ 3 ഖുതുബ എന്നാണ് പറയുന്നത്. കെ മൗലവി സാഹിബൊക്കെ അങ്ങനെ എഴുതിയത്. അറബിയിൽ 2 ഖുതുബ നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മൗലിയാരൊരു പ്രസംഗം കൂടി കഴിഞ്ഞാൽ 3 എണ്ണമായി. 3 ഖുതുബ എന്നുള്ളത് ഒന്ന് സഹീ അല്ലാത്തതായ ഒരു ഖുതുബയും സഹീ ആവുന്നത് അല്ല, അത് ഷർത്തൊക്കാത്തൊരു ഖുതുബയും ഷർത്തൊത്ത 2 ഖുതുബയും അവരെ ഭാഷയിൽ. അങ്ങനെ 3 ഖുതുബ വെള്ളിയാഴ്ച ദിവസമില്ല. അതുകൊണ്ട് 2 ഖുതുബയെ പറ്റുള്ളൂ. അതുകൊണ്ട് ആ 2 ഖുതുബ പരിഭാഷ ചെയ്ത് മലയാള ആളുകൾക്ക് അറിയുന്ന ഭാഷയിൽ മദീന കെ മൗലവിൻ്റെ വാദം. അത് നമ്മളെ കർമ്മമാണ്, നമ്മളെ അനുഷ്ഠാനത്തിനോട് ബന്ധിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അനർബികളിലേക്ക് നിയോഗിക്കപ്പെട്ട സഹാബികൾ, ആ അനർബി ഭാഷ അറിയുന്നവരുള്ളതിനോട് കൂടെ തന്നെ അവർ ഖുതുബ ഓതിയപ്പോൾ അറബിയിൽ മാത്രമേ ഓതിയിട്ടുള്ളൂ. മാത്രമല്ല അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ ഖുതുബ സഹിയാവുന്നതും അല്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ കർമ്മങ്ങൾ നോക്ക്, തറാവീഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 നിസ്കരിച്ചതുകൊണ്ടാണ് സഹാബത്ത് 20 അംഗീകരിച്ചത്. അല്ലാഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് ഒരു പൊതു സ്വഭാവത്തിൽ തറാവീഹിനെ മദീനത്തെ പള്ളിയിൽ നിന്നും കൊണ്ടിട്ട് അതിനെ 20 റക്അത്ത് നിസ്കരിച്ചപ്പോൾ
നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ സ്വഹാബത്ത് അവിടുന്ന് അങ്ങനെ നിസ്കരിച്ചു. അവരതിനെ അംഗീകരിച്ചു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 തന്നെയാണ് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് അവർ അംഗീകരിച്ചത്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർ കൂഫയിലെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. മൂപ്പര് ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളെന്താ അപ്പം ഇങ്ങനെ നിസ്കരിച്ചിന്? റസൂൽ അങ്ങനെ നിസ്കരിച്ചിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു മൂപ്പര് ശിഷ്യനോട് പറഞ്ഞ മറുപടി എന്താ? നീ എന്താടാ ഇങ്ങനെ ചോദിക്കണേ? ലൗലം യഫ്അൽഹു മാ ഫഅൽതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂലല്ലോ, പിന്നെന്തിനാ അങ്ങനെ ചോദിക്കണേ എന്നതുപോലെ സഹാബത്തിൽ നിന്നുള്ള അന്ന് ഒരു സഹാബത്ത് ഒന്നടങ്കം ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് തറാവീഹ് 20 നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്ര നിസ്കരിച്ചു എന്നുള്ള ഹദീസ് പിന്നെ പരതേണ്ട ആവശ്യമില്ല. നബി 20 നിസ്കരിച്ചുകൊണ്ടാണ് സഹാബത്ത് 20 നിസ്കരിച്ചത്. അപ്പം പിന്നെ 8 നിസ്കരിച്ചു എന്നൊക്കെ ഉള്ളത് അതിനൊക്കെ അതിൻ്റെ മറുപടിയിലേക്കൊന്നും ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നില്ല. കാരണം 8 നിസ്കരിച്ചു, ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു എന്നൊക്കെ ഇബ്നു അബ്ബാസ് ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. അപ്പം ഏതായാലും ആവട്ടെ, നമ്മൾക്കുള്ളതായ അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുന്നതായ ഒരു വിഭാഗം അവരിവിടെ വന്നു. അതുപോലെ തന്നെ നമുക്കുള്ളതായ പല ആചാരങ്ങളും നമുക്കുള്ളതായ ഖബറുകളുള്ള ദുആ, സുന്നികളാവുന്ന നമ്മൾ ഖബറുകൾ ചെന്ന് അൽ ഫാത്തിഹ പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ഈ ദുആ നബി ചെയ്തിട്ടുണ്ടോ എന്നാ? നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി അങ്ങനെയാണ് ഖബറുകളുള്ള ദുആനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വർഷവും മുഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. പ്രത്യേകമാവുന്നൊരു സിയാറത്ത്, എല്ലാ വർഷത്തിലും ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് സംഘടിപ്പിച്ചു. കാരണം ഉറൂസിൻ്റെ അടിസ്ഥാനമായി കൊണ്ടിട്ടാണത്. 8 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമാവുന്ന വേറൊരു സിയാറത്ത് സംഘടിപ്പിച്ചു എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നത്. എല്ലാ വർഷവും സിയാറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അത് മഹാനാവുന്ന ഇബ്നു കസീർ അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇമാം ബൈഹഖി പോലത്തെ ഒരു റിവായത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പ്രത്യേകമാവുന്നൊരു സിയാറത്ത് സംഘടിപ്പിച്ചു. ഈ സിയാറത്തൊന്നും അല്ലാതെ പ്രത്യേക ഒരു സിയാറത്ത് 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ആ സിയാറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ആ സിയാറത്തിൻ്റെ രൂപം ഇമാം ബുഖാരി തങ്ങൾ വിവരിച്ചു. സ്വലാത്തുഹു അലൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ളതായ ഒരു ദുആ പോലെയാണ് നബി അവിടുന്ന് ദുആ ചെയ്തത്. ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്ന് ഈ ഹദീസിന് അർത്ഥം വെക്കാൻ വയ്യ. കാരണം എന്തുകൊണ്ട്? നമ്മളെടുത്ത് ഏത് മദ്ഹബ് പരിശോധിച്ച് നോക്കിയാലും ചില മദ്ഹബുകളിലൊന്നും ശുഹദാഇന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന്. ഇനി നിസ്കരിക്കാൻ പാടുണ്ട് എന്ന് പറയുന്നവരെ അഭിപ്രായ പ്രകാരവും 3 ദിവസത്തിൻ്റെ അപ്പുറം ചിലരെടുത്ത് നിസ്കരിക്കാൻ പാടും. ഖബറിനെടുത്ത് എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ 3 ദിവസം അവരെ അടുത്ത് അവധിയുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മദ്ഹബേരുണ്ട്. അവർ ശുഹദാഇന്റെ മേലിൽ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി ഇവിടെ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്? 8 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം അത് മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? സ്വലാത്തുഹു അലൽ ജനാസത്തി, മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവത്തിലുള്ള ഒരു ദുആ നബി ദുആ ചെയ്തു എന്ന ഈ ഹദീസിൻ്റെ അർത്ഥം അയിമ്മത്ത് ഏകകണ്ഠമായി പറഞ്ഞു. എന്താ ഈ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ? ആദ്യം ഫാത്തിഹ ഓതുക. അതന്നെയല്ല ഖബറുകൾ ചെന്ന് നമ്മൾ ചെയ്യണത്, അൽ ഫാത്തിഹ പറയണം. അത് കഴിഞ്ഞ് അവിടുന്ന് ഓതേണ്ട സുന്നത്താവുന്ന സൂറത്തുകളൊക്കെ ഓതുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടോ രണ്ടാമത്തെ തക്ബീർ, ഒന്നാമത്തെ തക്ബീറിൽ അത് ചെയ്തു. രണ്ടാമത്തെ തക്ബീറിൽ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. രണ്ടാമത്തെ തക്ബീറിൽ ആയി തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നല്ല പറയേണ്ടത്. അതിൻ്റെ മുമ്പ് വയുന്ദബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയൽ സുന്നത്താണെന്നാണ്. അപ്പം കണ്ടോ, ഫാത്തിഹ ഓതി പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് രണ്ടാമത്തെ തക്ബീറിൽ നമ്മൾ ദുആ ചെയ്തു. മൂന്നാമത്തെ തക്ബീറിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഈ ദുആനല്ലേ ഖബറുകളെ നമ്മൾ ചെന്ന് ദുആ ചെയ്യണത്. അപ്പം ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതൊരു പ്രത്യേക സംഭവമാക്കി കൊണ്ടിട്ട് ഉഹദ് ശുഹദാഇനെ തന്നെ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പ്രത്യേകമായ ഒരു സിയാറത്ത് ചെയ്തിട്ട് അവിടെ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തതായ ഒരു ദുആ നടത്തി എന്ന് പറഞ്ഞാൽ
ആ വാക്കിൻ്റെ അർത്ഥം സുന്നികളാവുന്ന നമ്മളെ ഖബറുകൾ ചെന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ അൽ ഫാത്തിഹ പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്ത് ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗഫിർ ലഹു പോലത്തെ ദുആകളൊക്കെ ദുആ ചെയ്തു ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള സിയാറത്തിൻ്റെ സ്വഭാവമായിരുന്നു, നബി പഠിപ്പിച്ച സിയാറത്തായിരുന്നു. ഈ സിയാറത്തിനെ എതിർക്കുന്നതായ ഒരു വിഭാഗം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മളൊക്കെ നമ്മളെ പള്ളികളിലേക്ക് പല ചീർജകൾ ഉണ്ടാക്കിക്കൊണ്ടുപോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ സ്വഭാവമായിരുന്നു. അത് ഇവിടുത്തെ മുല്ലാമാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിയാമാർക്കോ വയറിറക്കാനുള്ളൊരു പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ തുടങ്ങി. അപ്പം നമ്മളെ ആചാരത്തിനെ എതിർത്തു, നമുക്കുള്ള വിശ്വാസത്തിനെ എതിർത്തു, നമുക്കുള്ളതായ കർമ്മങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതായ ഒരു വിഭാഗം ഇവിടെ വന്നപ്പോൾ അവരിൽ എതിരിൽ ശക്തമായി ശ്രദ്ധിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു സംഘടിതമായുള്ളതായ ഒരു സ്വഭാവം ആ ശബ്ദത്തിനിക്ക് വേണ്ടി വന്നു. അതുകൊണ്ടാണ് മഹാന്മാരാവുന്നതായ നമ്മുടെ മുൻഗാമികളാവുന്ന മശായിഖന്മാർ, നമുക്കുള്ളതായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന നമ്മുടെ അസാത്തിദത്ത്, അവർ വളരെയധികം ആലോചിച്ചതിൻ്റെ ശേഷം അവർ മുഷാവറ ചെയ്യേണ്ട എല്ലാവരോടും മുഷാവറ ചെയ്തതിൻ്റെ ശേഷം അതിനാവശ്യമാവുന്ന മറ്റുള്ള മുഖദ്ദിമകൾ എന്തെല്ലാം വേണോ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർ അവിടെ സ്ഥാപിച്ചതായ ഒരു മഹത്താവുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് തന്നെയാണ് ഈ സംഘടനയ്ക്കുള്ളതായ വിശുദ്ധിയും. ഈ സംഘടന ഖിയാമത്ത് നാൾ വരെ മഹാന്മാരാവുന്നതായ അതിൻ്റെ മശായിഖന്മാർക്കുള്ളതായ ഏതൊരു ലക്ഷ്യത്തിലാണോ അവർ സ്ഥാപിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കം വ്യതിചലിക്കാതെ ഇന്നേ വരെ വ്യതിചലിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ അത് വ്യതിചലിക്കുകയില്ല. ആ നിലക്ക് ഈ സംഘടന മഹാന്മാരാവുന്നതായ നമ്മുടെ മശായിഖന്മാർ ഈ സംഘടനയെ അവർ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ഇന്നും ഈ സംഘടനക്ക് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആരെ തിരഞ്ഞെടുക്കപ്പെട്ടാലും അതിൻ്റെ ഒരു ചെറിയ ഖാദിമായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനല്ല ഈ സംഘടന നയിക്കുന്നത്. ഈ സംഘടന നയിക്കുന്നതും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ മഹാന്മാരാവുന്ന ഇതിനെ നമ്മൾ കാണുന്ന ആളുകൾക്ക് ആ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതിൻ്റെ മഹത്തുക്കളാവുന്ന മശായിഖന്മാരാണ്. അവരൊക്കെ അതിന് കഴിവുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട ഈ സംഘടന നമ്മളെ കയ്യിലേൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ കണ്ണിയത്ത് ഉസ്താദുമാണ്. അവരെ സംബന്ധിച്ച് നമുക്കറിയാലോ, അവരെ ജീവിത വിശുദ്ധിനെ സംബന്ധിച്ച് നമ്മൾക്കറിയാം. അവരൊക്കെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. യഥാർത്ഥ ഒരു വലിയനുണ്ടാവേണ്ട എല്ലാ സ്വഭാവങ്ങളും അവരിൽ ഉണ്ടായിരുന്നു. ഒരു വലിയനുണ്ടാവേണ്ട സ്വഭാവം എന്താ? അവനിക്ക് താഴത്തുകളെ മേലിൽ ദായിമായും കൊണ്ട് നിന്നു പോരാനുള്ളതായ ഒരു തൗഫീഖ്. ആ തൗഫീഖ് സർവ്വവിധ മഅസിയത്തിനെ തൊട്ടും അവനിക്ക് ഒഴിഞ്ഞിക്കാനുള്ളതായ ഒരു തൗഫീഖ്. ഇതാണ് ഇസ്തിഖാമത്ത്. ഈ ഇസ്തിഖാമത്ത് പൂർണ്ണമായുള്ളതായ മഹാന്മാരായിരുന്നു അവർ. അതുകൊണ്ടാണ് ഈ സംഘടന അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിനെ നയിക്കാൻ ആര് വന്നാലും ഈ സംഘടനൻ്റെ പിന്നിൽ നിന്നും കൊണ്ടിട്ടും ഈ സംഘടനയ്ക്ക് വേണ്ടതായ എല്ലാ ശക്തിയും പകരാൻ ഇതിൻ്റെ മഹാന്മാരാവുന്നതായ മൺമറഞ്ഞു പോയ അതിൻ്റെ മഹത്തുക്കളാവുന്നതായ ഇതിൻ്റെ മശായിഖന്മാർ അതിനെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ആ സംഘടനയെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. മുറബിയായ മശായിഖന്മാർ അവരെ മുരീദന്മാരെ തർബിയത്ത് ചെയ്യുന്നത് പോലെ സർവ്വസമയത്തും അവരിലേക്ക് വഹീദ് ശൈഖിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞല്ലോ, അവരെ കണ്ണതെപ്പോഴും ലൗഹിലതെന്നോ അവർ മുരീദന്മാരുടെ ശരീരത്തിലേക്ക് സർവ്വസമയത്തും നോക്കുകയാണ് ചെയ്യുന്നത്. ആ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതായ ലൗഹിലേക്ക് നോക്കി അവരെ തർബിയത്ത് ചെയ്യുന്ന പണിയാണ് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ നടത്തിയത്. എന്നതുപോലെയാണ് ഈ സംഘടനൻ്റെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ. ഈ സംഘടനയെ സർവ്വസമയത്തും അവർ ഈ സംഘടനയിലേക്ക് നോക്കി. ഈ സംഘടന ഇവിടെ പേക്കാൻ പാടില്ല, ഇതിൻ്റെ തീരുമാനങ്ങൾ പേക്കാൻ പാടില്ല, ഇതിൻ്റെ ഫത്വകൾ ഇവിടെ പേക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഇത് ഇലാഹിയായ ഒരു സംഘടനയാണ്. ഈ സംഘടന ഒരു വിശുദ്ധമായ സംഘടനയാണ്. അപ്പം ഈ സംഘടന അവരെന്താവും എന്നറിയോ, പൂർണ്ണമായും കൊണ്ട് അവരെ സംരക്ഷണത്തിലും അവരെ വലയത്തിലുമാണ് ഈ സംഘടന ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനക്കുള്ള വിജയവും ഈ സംഘടനക്കുള്ളതായ ഉയർച്ചയും ഇതിൻ്റെയൊക്കെ കാരണം. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഈ ബഹുമാനപ്പെട്ട ഈ സംഘടന ഇതിനോടുള്ളൊരു ആദരവ്, ഈ ആദരവ് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഈമാനിൽ നിന്നുണ്ടാവേണ്ടതായ ഒരു സൽഗുണാണ്. ഈമാൻ നമുക്കുണ്ടായി തീർന്നാൽ അതിൽ നിന്നുണ്ടാവേണ്ടതായ ഒരു സൽഗുണാണ് വിശുദ്ധമാവുന്ന ഈ സംഘടനയോടുള്ളതായ മഹബത്ത്. കാരണം ഈ സംഘടനയിൽ കൂടി വിശുദ്ധമാവുന്ന ദീന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ ഈ സംഘടനയുടെ 90 ചില്ലാനം വർഷത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ സംഘടന ഇവിടെ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു ഭീകരത പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു തീവ്രത പ്രവർത്തനത്തിനോ ഇവിടെ ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ ഇതുവരെ ഈ സംഘടന ഇവിടെ ചെയ്തിട്ടില്ല. മതസൗഹാർദ്ദമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഇവിടെ ഈ കേരളത്തിൽ കാണുന്ന ഈ മതസൗഹാർദ്ദത്തിനുള്ള കാരണം ഈ സംഘടനയാണ്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന സംഘടനയാണ്. ഏതെങ്കിലും ഒരു മഹല്ലത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികളെ ഏതെങ്കിലും നിലക്കുള്ള ഫിത്നകൾ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ പരിശോധിച്ച് നോക്ക്. എവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു കുഴപ്പമുണ്ടാക്കാത്ത നമ്മളാളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പോലീസുകാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളെ നിരപരാധികളാവുന്നതായ നമ്മളാളുകളെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലൊക്കെ കൊണ്ടേ അടക്കുക എന്ന് പറഞ്ഞത്, അതൊക്കെ നമ്മൾ അതിനെതിരിൽ പ്രതികരിക്കാത്തത് നമ്മളൊരു ദൗർബല്യമായും കൊണ്ട് ആരും മനസ്സിലാക്കരുത്. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മഹല്ലിൽ കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ളതായ ഫിത്നക്ക് മുതിരുകയോ നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അത് നമ്മളെ ലക്ഷ്യമല്ലത്. മഹല്ല് ശിഥിലീകരണം അത് നമ്മളിൽ നിന്ന് ഇതുവരെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. മഹല്ല് 99.3% മഹല്ലുകളും നമ്മളെടുത്താം. പിന്നെ ഇതിലെ മഹല്ല് ശിഥീകരണം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മഹല്ല് ശിഥീകരണം നടത്തുകയാണെന്ന് ചില ആളുകൾ പറഞ്ഞു. നമുക്കെന്താ മഹല്ല് ശിഥീകരണം? അതൊരു വിഡിത്തല്ലേ. മഹല്ല് ശിഥീകരണം നടത്തേണ്ട ഒരു ആവശ്യം നമ്മൾക്കുണ്ടോ? എല്ലാ മഹല്ലുകളും നമ്മളൊപ്പല്ലേ. പിന്നെ സമസ്തക്ക് ഇവിടെ മഹല്ലുണ്ടോ എന്ന ചോദ്യം. സമസ്തൻ്റെ മഹല്ല് എന്ന് പറഞ്ഞാൽ സമസ്തൻ്റെ അനുഭാവികളുള്ളത് സമസ്തൻ്റെ മഹല്ല് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ മഹല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. കാരണം അവർക്ക് മഹല്ലില്ല. ആ ചോദിക്കണവർക്ക് അത് കേക്ക് ഭാഗത്തുള്ള ഏതൊരു സംഘടനയാണ്, അവർക്ക് മഹല്ലില്ല. അപ്പം അവർക്ക് പറയാം ഞങ്ങൾക്ക് ഇവിടെ മഹല്ലുണ്ടോ എന്ന്. നിങ്ങൾക്ക് മഹല്ലില്ല, അത് ശരിയായിരിക്കും. സമസ്തക്ക് മഹല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മഹല്ലുകളൊക്കെ കേരളത്തിലുള്ളതായ 99.3% മഹല്ലുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകൾ തന്നെയാണ്. പിന്നെ സമസ്തൻ്റെ മദ്രസയിൽ ആരാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ നിയമങ്ങളൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് സമസ്തയാണ്. അപ്പം സമസ്ത തീരുമാനിക്കുന്നതായ നിയമങ്ങൾക്ക് വിധേയമായവരാണ് അവിടെ പഠിപ്പിക്കേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യമൊന്നും കിട്ടൂല. അപ്പം അതിനൊന്നും പിന്നെ ഇളകിയിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ സംഘടനൻ്റെ എതിരിൽ ഇങ്ങനത്തതായ ബാലിശമാവുന്നതായ എന്തെങ്കിലും നിലക്കുള്ളതായ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിട്ട് അതിനെതിരിൽ ആര് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനമൊന്നും ഒരു കാലത്തും വിജയിക്കൂല. അത് വിജയിച്ചിട്ടില്ല. അത് വിജയിക്കാനുള്ളതായ ഏതെങ്കിലും നിലക്കുള്ളതായ അത് വിജയിക്കാൻ മഹാന്മാരാവുന്നതായ നമ്മുടെ മശായിഖന്മാരെ അനുവദിക്കുകയില്ല എന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതായ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിശുദ്ധമാവുന്നതായ സംഘടന അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും വളരെയധികം എല്ലാവിധ അവരെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചു കൊണ്ടിട്ടും ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കണം. വിധേയ ആശയങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ വല്ലാതെ പന്തലിക്കാൻ തുടങ്ങുന്നുണ്ടോ എന്നുള്ളതായ ഒരു സംശയം. അങ്ങനെയൊന്നുമില്ല, ഉണ്ടോ എന്നുള്ളൊരു സംശയം. അപ്പോൾ നമ്മളെ മക്കൾ വിധേയ ആശയത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളെ കള്ള തരീഖത്തുകളിലേക്ക് പോകുന്നതിനെ തൊട്ട് ശ്രദ്ധിക്കണം. കള്ള ശൈഖന്മാർ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വിലസിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുമായി കൊണ്ടുള്ളതായ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ കുട്ടികൾ ഒരു കാലത്തും ഇവിടെ കേടുവരാൻ പാടില്ല. നമ്മളെ കുട്ടികൾ ഈ വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ ഈ ശരിയായ റൂട്ടിൽ കൂടി തന്നെ സഞ്ചരിക്കണം. അപ്പോൾ അതൊക്കെ വളരെയധികം നാട്ടിലുള്ളതായ ഓരോ മഹല്ലത്തുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കള്ള തരീഖത്തുകൾ വരുമ്പോൾ, കള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ വരുമ്പോൾ, വിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരുമ്പോൾ ആർക്കും ഇവിടെ ഈ ഇന്ത്യയിൽ ആർക്കും ആരാശയം എപ്പോഴും പ്രചരിപ്പിക്കാം. അതിനിവിടെ ഒരു തടസ്സമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾ, നമ്മൾക്കുള്ളതായ നമ്മളോട് ബന്ധപ്പെട്ടവർ, അവരെ നമ്മളെ ഈ ആശയത്തിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ട എല്ലാ പ്രവർത്തനവും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ഈ സംഘടനയെ ഉയർത്താനും ഇതിനെ വളർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്താവുന്നതായ ഈ 27-ലെ ഈ SKSFൻ്റെ യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചതായ ഈ 27ാം വാർഷികം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നാളെ ആഖിറത്തിൽ ഹസനാത്തിൻ്റെ തുലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാരമായി കൊണ്ട് തൂക്കിത്തരട്ടെ. നമ്മൾക്കൊക്കെ ഉള്ള അഖീദന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശുദ്ധമായ അഖീദൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയുറപ്പിച്ചിരുത്തി തരട്ടെ. ഈ വിശുദ്ധമായ അഖീദ ഖിദ്മത്ത് ഇയാളെ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, നമ്മുടെ ഉമറാവ്, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ, നമ്മുടെ പ്രവർത്തകർ, നമ്മോട് ബന്ധപ്പെട്ട സർവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആഫാത്ത് മുസീബത്തുകൾ എല്ലാ ശുറൂറുകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനിനെ സലാമത്തിലാക്കട്ടെ. സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ അല്ലാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, നമ്മളെ ശിഷ്യന്മാരെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂടിത്തട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.